പ്രസിഡന്റിനെ കൊല്ലാൻ വേണ്ടി ഈ കൊലയാളി വൈകല്യമുള്ള ആളായി വേഷം മാറി. എന്നിട്ട് വ്യാജരേഖകൾ കാണിച്ച് സെക്യൂരിറ്റി ചെക്ക് പോയിന്റ് കടന്നു. ഗാർഡിന് സംശയമൊന്നും തോന്നാത്തതിനാൽ അയാൾ നേരത്തെ തെരഞ്ഞെടുത്ത സ്നൈപ്പർ നെസ്റ്റിലേക്ക് നടന്നു ചെന്ന് ആയുധം കൂട്ടിയോജിപ്പിച്ച് പ്രസിഡന്റിന്റെ പോഡിയത്തിന് നേരെ ലക്ഷ്യം വെച്ചു. 3 ദിവസം മുൻപ് അയാൾ ഗ്രാമപ്രദേശത്ത് വെച്ച് തന്റെ കസ്റ്റം ബിൽറ്റ് സ്നൈപ്പർ റൈഫിൾ പരീക്ഷിക്കാൻ 2 മൈൽ അകലെയുള്ള കൈതച്ചക്കയിലേക്ക് വെടിയുതിർത്തപ്പോൾ ലക്ഷ്യത്തിൽ നിന്ന് 1.5 ഇഞ്ച് മാറിയാണ് കൊണ്ടത്. തനിക്കുള്ള 60 വർഷത്തിലധികം പ്രവൃത്തി പരിചയം വെച്ച് ടൂളുകൾ ഉപയോഗിച്ച് അയാൾ കാലിബ്രേഷൻ അഡ്ജസ്റ്റ് ചെയ്തു. രണ്ടാമതും വെടിവെച്ചെങ്കിലും വീണ്ടും ചെറിയ വ്യത്യാസം വന്നപ്പോൾ എതിർവശത്തെ ഡയലിൽ 3 ക്ലിക്ക് അഡ്ജസ്റ്റ്മെന്റ് നടത്തി ലക്ഷ്യം കൃത്യമാക്കി. തുടർന്ന് ഒരു ലൈവ് 5.56 മില്ലിമീറ്റർ റൗണ്ട് ഉപയോഗിച്ച് ശ്വാസമടക്കി പിടിച്ച് വെടിവെച്ച് കൈതച്ചക്ക തകർത്തതോടെ തോക്ക് പെർഫെക്റ്റ് ആണെന്ന് ഉറപ്പിച്ചു. അടുത്തതായി തന്റെ ലക്ഷ്യം ഫ്രഞ്ച് പ്രസിഡന്റാണെന്ന് ഉറപ്പിച്ച അയാൾ സംശയം ഒഴിവാക്കാൻ BMW കാർ ഒരു റിപ്പയർ ഷോപ്പിലെത്തിച്ച് എക്സോസ്റ്റ് പൈപ്പ് മുറിച്ച് അഴിച്ചുമാറ്റിയ റൈഫിളിന്റെ ഭാഗങ്ങൾ പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ് അതിനുള്ളിൽ ഒളിപ്പിച്ച് വീണ്ടും കൃത്യമായി വെൽഡ് ചെയ്തു. പിറ്റേന്ന് വ്യാജ പാസ്പോർട്ടുമായി ഫ്രഞ്ച് അതിർത്തിയിലെത്തിയപ്പോൾ പാസ്പോർട്ടിന്റെ കാലാവധി കഴിഞ്ഞതായി ബോർഡർ ഓഫീസർ കണ്ടെത്തി. ജാക്കൽ എന്ന കൊലയാളി പ്രസിഡന്റിനെ വധിക്കാൻ വരുന്നുണ്ടെന്ന വിവരത്തെ തുടർന്ന് രാജ്യത്തുടനീളം സുരക്ഷ ശക്തമാക്കിയിരുന്നതിനാൽ ചീഫ് ഇൻസ്പെക്ടർ പൂർണ്ണ പരിശോധനയ്ക്ക് ഉത്തരവിട്ടു. എന്നാൽ ശാന്തനായി നിന്ന അയാൾ എക്സോസ്റ്റ് പൈപ്പ് ആരും പരിശോധിക്കില്ലെന്ന് ഉറപ്പുള്ളതിനാൽ പൂർണ്ണമായി സഹകരിച്ചു. പരിശോധനയിൽ ഒന്നുമില്ലെന്ന് കണ്ട് ഉദ്യോഗസ്ഥർ താൽക്കാലിക യാത്രാ പെർമിറ്റ് നൽകി. ഫ്രാൻസിലെത്തിയ അയാൾ ശ്രദ്ധിക്കപ്പെടാതെ തെരുവുകളും രക്ഷപ്പെടാനുള്ള വഴികളും പഠിച്ച് പരേഡ് റൂട്ട് വ്യക്തമായി കാണാവുന്ന ഒരു ഹോട്ടലിന്റെ മുകളിലത്തെ നില തെരഞ്ഞെടുത്തു. തുടർന്ന് പ്രാദേശിക മാർക്കറ്റിൽ നിന്ന് കറുത്ത സൂട്ടും മിലിറ്ററി മെഡലുകളും വാങ്ങി മുടന്തൻകാലുള്ള വൈകല്യമുള്ള യുദ്ധവീരനായി വേഷം മാറി സെക്യൂരിറ്റിയെ വ്യാജരേഖകളും മെഡലുകളും കാണിച്ച് അകത്തുകയറി. അകത്തുകടന്നയുടൻ കൃത്രിമ കാലഴിച്ച് ജനലിനടുത്തേക്ക് നടന്ന് എക്സോസ്റ്റ് പൈപ്പിൽ ഒളിപ്പിച്ചിരുന്ന റൈഫിൾ ഭാഗങ്ങൾ അഴിച്ചെടുത്ത് കൂട്ടിയോജിപ്പിച്ച് മേശപ്പുറത്ത് കസേര വെച്ച് തോക്ക് ഘടിപ്പിച്ച് കാത്തുനിന്നു. പുറത്ത് കവചിത വാഹനങ്ങളും കുതിരപ്പടയും റൂഫ് ടോപ്പ് സ്നൈപ്പർമാരുമായി കനത്ത സുരക്ഷയൊരുക്കിയിട്ടുണ്ടായിരുന്നിട്ടും ചാച്ചൽ പ്രസിഡന്റിനെ ലക്ഷ്യമാക്കി പതുക്കെ ട്രിഗർ വലിച്ചു. പക്ഷേ അതേ നിമിഷം പ്രസിഡന്റ് അപ്രതീക്ഷിതമായി തല താഴ്ത്തിയതിനാൽ വെടിയുണ്ട ലക്ഷ്യം തെറ്റിപ്പോയി.